ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങളെ വീട്ടിലേക്ക് അമ്മായിയും കുട്ടികളും ഇന്നലെ വൈകുന്നേരം വന്നു. ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിന് പുല്ലെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ പോയത് ഞങ്ങളെ വീട്ടിൻ്റെ ബാക്കിലുള്ള ഒരു സ്ഥലത്തേക്കാണ്. പക്ഷെ അതിന് മാത്രമുള്ള പുല്ലൊന്നും ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയില്ല കേട്ടോ. കിട്ടിയ പുല്ലും തലയിൽ വെച്ച് സച്ച് വീട്ടിലേക്ക് പോവാണ്. പക്ഷെ ഈ പുല്ലൊന്നും ഞങ്ങൾക്ക് തികയാത്തതുകൊണ്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു വേറെ സ്ഥലത്തേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം കാണാൻ. മഴ പെയ്താൽ ഇവിടെ നിറയെ വെള്ളം നിൽക്കും. ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞാൽ ഇവിടെ നിറച്ച് പുല്ലാവും. അപ്പോൾ ഈ പുല്ലൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഈ ഒരു കാലത്ത് പിന്നെ നോക്കും വേണ്ട, അത്രയും മനോഹരമാണ്. ഞങ്ങൾക്ക് പുൽക്കൂടിനുള്ള പുല്ല് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുപാട് ആൾ ഫുട്ബോൾ കളിക്കാൻ വരും. ഞങ്ങളെ വീടിൻ്റെ ഈ പരിസരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. സച്ച് അവൻ്റെ ഫ്രണ്ട് ഹരിയും കൂടി ചേർന്ന് ഇവിടെ കുറേ പുല്ല് പറിക്കുന്നുണ്ട്. കഴിഞ്ഞ വിഷുവിന് ഈ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ അയൽവാസികളൊക്കെ ചേർന്ന് നല്ല പടക്കമൊക്കെ കൊണ്ടുവന്ന് രാത്രി നല്ല അടിപൊളിയായി വിഷു ആഘോഷിച്ചിരുന്നു. അങ്ങനെ വീട്ടിൽ പോയി ഞങ്ങൾ പുൽക്കൂടൊക്കെ ഒന്ന് സെറ്റാക്കാൻ തുടങ്ങി. ഞങ്ങളെ കുട്ടികളെ ഐഡിയക്ക് ഉണ്ടാക്കിയ പുൽക്കൂടാണ് കേട്ടോ. വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. കിട്ടിയ പുല്ല് തികയാത്തപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. പാമ്പുണ്ടാവും. കഴിച്ചിട്ടില്ല. നല്ല മധുരമായിരുന്നു. അടിപൊളിയായിരുന്നു. ജ്യൂസൊക്കെ കുടിച്ച്. ജ്യൂസോ? അല്ല, ജ്യൂസ് ഉണ്ട്. ഇതന്നെയല്ലേ നാളേക്ക് പറഞ്ഞു ഇതിന്റെ അങ്ങനെ ഞങ്ങള് കൂടൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോ അമ്മ അവിലും ചായയും ഒക്കെ തന്നു. രാത്രി ഒരുങ്ങി വരുന്നു. പിന്നെ രാത്രി ആയപ്പോ
ഞങ്ങൾ ഓരോരോ കളികളൊക്കെ കളിച്ചു. അപ്പൊ ഇത്രയുള്ള ഗായ്സ് ഇന്നത്തെ വീഡിയോ.